കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ പിഴവ് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഡോക്ടർ ജയകുമാർ പറഞ്ഞതാണ് ഈ വാക്കുകൾ. പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നും വിശദീകരണം. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റി. അതേസമയം ഗുരുതര വീഴ്ചയെ ന്യായീകരിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. അപകടസ്ഥലം സന്ദർശിക്കാതെ മടങ്ങിയ മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധമുണ്ടായി. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, കടുത്ത പ്രതിഷേധമാണ് കോട്ടയത്ത് ഉണ്ടായത്. മുഖ്യമന്ത്രിക്ക് ഈ പ്രതിഷേധത്തെ ഭയന്ന് ഈ അപകട സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ഉണ്ടായ സംഭവങ്ങളിൽ ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ജയകുമാറിന്റെ ഒരു കുറ്റസമ്മതം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള പ്രതികരണമാണ്. കാരണം ഇന്ന് അപകടമുണ്ടായ നിമിഷം മുതൽ ആവർത്തിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞു വന്നിരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ പിൻപറ്റിക്കൊണ്ട് മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജും അതുപോലെ തന്നെ VN വാസവനും പറഞ്ഞ വാക്കുകളായിരുന്നു. അത് കൂടുതൽ അത്യാഹിതങ്ങളില്ല, ആരും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നില്ല. തകർന്നു വീണ ഭാഗം എന്ന് പറയുന്നത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അത്യാഹിതങ്ങൾ ഉണ്ടാകാനുള്ള ഇടയില്ല എന്നുള്ള പ്രസ്താവനയായിരുന്നു അദ്ദേഹത്തിൻ്റെതുണ്ടായിരുന്നത്. ഇതേ പ്രസ്താവന തന്നെയാണ് മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ VN വാസവനും നടത്തിയത്. പക്ഷേ ഇന്ന് വൈകിട്ട് അദ്ദേഹം അത് എടുത്തു പറയുന്നു. അത് തനിക്ക് പറ്റിയ ഒരു പിഴവാണ്, അതിൻ്റെ ഉത്തരവാദിത്വം മന്ത്രി അങ്ങനെ പറഞ്ഞതിന് പിന്നിലുള്ള ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. കാരണം പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു താൻ അങ്ങനെ പറഞ്ഞിരുന്നത്. കാരണം 11-14 വാർഡുകളിൽ നിന്ന് ഈ തകർന്നു വീണ ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നു, അത് പൂട്ടിയിരുന്നു. പക്ഷേ 10ാം വാർഡിലുള്ള ചിലരായിരിക്കാം അത് ഉപയോഗിച്ചിരുന്നത്. ഈ ന്യൂറോ വാർഡ് ആ ഭാഗത്താണുള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ബിന്ദു അടക്കമുള്ളവർ അവിടേക്ക് ഈ ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടി കയറി ആയിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ അക്കാര്യം കൂടി കുറച്ചുകൂടി പിടിച്ചു വെച്ച് പറഞ്ഞതാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മറ്റ് വാർഡിൽ നിന്നുള്ള 11-14 ഈ ശുചിമുറിയിലേക്ക് കയറി ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈകി എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം വൈകിയിരുന്നില്ല. അപകടം സംഭവിച്ചത് 10:55 കൂടിയാണ്. ആ 10:55 കൂടി തന്നെ പോലീസിനെ അറിയിക്കുകയും 15 മിനിറ്റിനകം അവിടുത്തെ സ്റ്റാഫുകൾ, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകളെല്ലാം ചേർന്ന് ഈ 3 വാർഡിലെ ഈ മുഴുവൻ ആളുകളെയും ഇവിടത്തേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പലരെയും കട്ടിലോട് കൂടെ എടുത്ത് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഈ JCBകൾ ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഈ തകർന്നു വീണ സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു കാലതാമസമുണ്ടായി. അത് ആ പ്രദേശത്തിൻ്റെ സവിശേഷത അനുസരിച്ചായിരുന്നു. കാരണം അവിടേക്ക് തുറസായ ഒരു സ്ഥലം കടന്നു ചെല്ലാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല പാത വെട്ടിയൊരുക്കിക്കൊണ്ടായിരുന്നു കെട്ടിടത്തിൻ്റെ ഇടയിലൂടെ പല നിർമ്മിതികളും പൊളിച്ചു മാറ്റിയും പല സൂചനാ ബോർഡുകളെല്ലാം തന്നെ ഇളക്കി മാറ്റിയുമെല്ലാമാണ് അവിടേക്ക് എത്തിയത്. അതുകൊണ്ടാണ് കാലതാമസം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കാലതാമസം സംബന്ധിച്ചും ആദ്യഘട്ടത്തെ പ്രതികരണം സംബന്ധിച്ചും നടത്തിയ പിഴവുകൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയ പ്രതിഷേധങ്ങൾ രാത്രിയിലും ഉണ്ടായി. ഇപ്പോൾ മൃതദേഹം മുട്ടുചിറയിലെ സ്വകാര്യ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ചാണ്ടി ഉമ്മൻ MLA 3 കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ബിന്ദുവിൻ്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിക്കണം. മറ്റൊന്ന്, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുന്ന ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ ശസ്ത്രക്രിയയ്ക്ക് ഏതാണ്ട് 3,40,000 രൂപ ചെലവാകുമെന്നുള്ള ഒരു വിവരമാണ് നൽകിയിരുന്നത്. അത് പൂർണ്ണമായും സൗജന്യത്തോടെ ചെയ്തു കൊടുക്കണം. മക്കളിൽ ആർക്കെങ്കിലും ജോലി നൽകണം എന്നുള്ളതാണ് ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ ബന്ധുവും
കുടിശ്ശികയും കൂടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ബന്ധു ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ അപകടം നടന്ന ഈ നിമിഷം വരെ സർക്കാർ പ്രതിനിധികൾ ആരും തന്നെ ഈ കുടുംബവുമായി സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ മരിച്ച ബിന്ദുവിൻ്റെ ബന്ധു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അക്കാര്യം ഉന്നയിച്ചുകൊണ്ട് മൃതദേഹം വിട്ടുകിട്ടുന്നതിന് മുമ്പായി മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു പ്രതിഷേധിക്കാനുള്ളൊരു അവസരം ഉപയോഗിച്ചു. അവിടെ പ്രതിഷേധിക്കുകയും അതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം പേരിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മനെ പ്രതിയാക്കി ചേർത്ത് ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഗാന്ധിനഗർ പോലീസ് ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ന് ഈ സംഭവം ഉണ്ടാകുന്നതിന് ശേഷം കടുത്ത പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത്. വിവിധ മേഖലകളിലായി BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. ഈ ഉമ്മൻചാണ്ടി പിണറായി വിജയനാകട്ടെ ഈ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു ചെല്ലാതെ പുറകിൽ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലെത്തി കാര്യങ്ങൾ അവലോകനം ചെയ്ത് മടങ്ങുകയാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് നേരത്തെ സന്ദർശനം നടത്തി അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. നിലിമ, മിഥുൻ തുടരുക. ഇപ്പോൾ മിഥുൻ മുരളി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മിഥുൻ മുരളി, ഇന്ന് നമ്മൾ കോട്ടയത്ത് കണ്ടത് അതിശക്തമായ പ്രതിഷേധമാണ്. BJPയുടെ വലിയ പ്രതിഷേധം കണ്ടു, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ, യൂത്ത് ലീഗിൻ്റെ എല്ലാ പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടു. ഒടുവിൽ മുഖ്യമന്ത്രിക്ക് ഈ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ഈ അപകട സ്ഥലം സന്ദർശിക്കാൻ പോലും കഴിഞ്ഞില്ല. കരിങ്കൊടി പ്രതിഷേധമടക്കം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് അവിടുന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധം അലയടിച്ചത്. രക്തസമ്മർദ്ദം കൂടി ആരോഗ്യമന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തുവരികയാണ്. സമഗ്ര വിവരങ്ങൾ. നീലിമ, ഞാൻ നിൽക്കുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ 1 മണിക്കൂർ മുമ്പ് വരെ വലിയ പ്രതിഷേധമായിരുന്നു പോലീസ് സ്റ്റേഷന് മുൻപിൽ ഉണ്ടായിരുന്നത്. ഈ റോഡെല്ലാം സംഘർഷഭരിതമായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. രാത്രി വൈകി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, INTUC പ്രവർത്തകരാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. അത് പ്രധാനമായിട്ടും ഈ ആംബുലൻസിൽ കയറ്റി മൃതദേഹം തലയോലപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ആംബുലൻസ് തടയുന്ന സാഹചര്യമുണ്ടായി. ആംബുലൻസ് മാറ്റി വിടുന്നതിന് വേണ്ടി പോലീസ് ശ്രമം നടത്തി. ഇത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ റോഡിൽ ഉടലെടുക്കുന്നതിനും പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഞാൻ നിൽക്കുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് ഈ പ്രവർത്തകനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഏകദേശം 1 മണിക്കൂർ മുൻപ് വരെ ഇത് വലിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വഴിമാറുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഈ പ്രവർത്തകനെ കസ്റ്റഡിയിൽ നിന്നും വിട്ടു നൽകിയതിനു ശേഷം, ജാമ്യത്തിൽ വിട്ടു നൽകിയതിനു ശേഷമാണ് പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നത്. 8 മണി വരെയുള്ള സമയം ഈ റോഡിലും പോലീസ് സ്റ്റേഷന് മുന്നിലുമെല്ലാം പ്രവർത്തകർ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചിരിക്കുകയായിരുന്നു. പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാം പ്രതിഷേധം ഇന്ന് വലിയ രീതിയിൽ കനക്കുന്ന സാഹചര്യമാണ് കണ്ടത്. BJP പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി തുടക്കം മുതൽ തന്നെ രംഗത്തുണ്ടായിരുന്നു. BJP പ്രവർത്തകർ ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്. ആരോഗ്യമന്ത്രിയുടെ നിരുത്തരവാദിത്വപരമായ സമീപനവും ജില്ലയിൽ നിന്നുള്ള മണ്ഡലത്തിലെ MLA മന്ത്രിയായ VN വാസവന്റെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രതികരണവും സമീപനവും എല്ലാമാണ് BJP പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രിമാർ രാജിവെക്കണം, പുറത്തു പോകണം, മന്ത്രി സ്ഥാനത്ത് തുടരാൻ ആരോഗ്യമന്ത്രി യോഗ്യതയല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അലയടിച്ചത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി BJP രംഗത്തുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുത്തിയിരുന്നുള്ള പ്രതിഷേധം 1 മണിക്കൂറിലധികം 1.5 മണിക്കൂറിലധികം നീണ്ടു. പിന്നീട് പോലീസ് എത്തി ഇവരെ മാറ്റുകയായിരുന്നു. വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇതിനിടയിലാണ് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ഇന്ന് മധ്യ കേരളത്തിന്റെ ഭരണ സംബന്ധമായിട്ടുള്ള അവലോകന യോഗം മെഡിക്കൽ കോളേജിന് അല്പം മാറി 3 കിലോമീറ്റർ മാറി തെള്ളകത്ത് ഒരു ക്യാബിനറ്റിന്റെ പകുതിയിലധികം മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന യോഗം നടക്കുന്നുണ്ടായിരുന്നു. ഈ യോഗത്തിൽ നിന്നുമാണ് മുഖ്യമന്ത്രി
ഏറെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇവിടേക്ക് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിമർശനം സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്ന് ഉയർന്ന പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. എന്നാൽ ഈ സ്ഥലം സന്ദർശിക്കാനോ ആ സ്ഥലത്തേക്ക് എത്തി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനോ എന്തൊക്കെ മാറ്റമാണ് ആശുപത്രിക്ക് ആവശ്യമെന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം വലിയ പ്രതിഷേധം അലയടിച്ചു. അത് പ്രതിപക്ഷ സംഘടനകളിൽ നിന്നും പാർട്ടികളിൽ നിന്നും മാത്രമല്ല, അവിടെ കൂട്ടിയിരിപ്പുകാരായിട്ടുള്ള നിലവിൽ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള രോഗികളിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുകയും മെഡിക്കൽ കോളേജിന്റെ ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വിവിധ പ്രതികരണങ്ങളിൽ നിന്ന്. തലയോലപ്പറമ്പിൽ നിന്ന് ജിജീഷ് കൂടി ചേരുകയാണ്. ജിജീഷ്, അങ്ങേയറ്റം ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിൽ നമ്മൾ കണ്ടത്. അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തം ആ വീടിനെ ഒന്നാകെ തളർത്തിയിരിക്കുകയാണ്. ഇത് വലിയ അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 11 മണിയോടെയാണ് ഈ ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള വിവരം ബന്ധുക്കൾക്ക് മനസ്സിലാകുന്നത്. 11:15 അധികൃതരെ വിവരം അറിയിക്കുന്നു. പക്ഷേ അപ്പോഴും ആരോഗ്യമന്ത്രിയിൽ നിന്നടക്കം ഉണ്ടായ ആ സമയത്തെ പ്രതികരണം എന്ന് പറയുന്നത് ആരും തന്നെ ഈ അപകടത്തിൽ പെട്ടിട്ടില്ല, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരുമില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഒരുപാട് താമസിച്ചു പോയി. 1 മണിയോടെയാണ് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കിടന്നുകൊണ്ട് ആ ജീവൻ പൊലിയുന്ന ഒരു കാഴ്ചയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ കാണാനായത്. അങ്ങനെ ഈ വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന്, ആരോഗ്യമന്ത്രിക്ക്, അധികൃതർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ ജിജീഷ്? നീലിമ, ആ വലിയ വീഴ്ച അത് തന്നെയാണ് ശക്തമായ പ്രതിഷേധങ്ങൾക്ക്, വ്യാപകമായ പ്രതിഷേധ സമരങ്ങൾക്ക് മാത്രമല്ല, ആ ബന്ധുവീട്ടിൽ നമ്മൾ ഉള്ളപ്പോൾ കൃത്യമായി തന്നെ ഇവിടെ ആളുകൾ സംസാരിക്കുന്നതും അവിടെ എത്തിയ ബന്ധുക്കളുടെ പ്രതികരണവും എല്ലാം തന്നെ അതിശക്തമായ ഭാഷയിലായിരുന്നു. അവരെല്ലാം പറയുന്നത് ഒരു ജീവൻ നഷ്ടപ്പെടുത്തുകയായിരുന്നു സർക്കാർ സംവിധാനങ്ങൾ ചെയ്തത് എന്ന കാര്യം തന്നെയാണ്. ബിന്ദുവിൻ്റെ വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഒപ്പം തന്നെ സ്ഥലത്തെ പൊതുപ്രവർത്തകരടക്കം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവർ ഈ കാര്യത്തിൽ പറയുന്നത്. കാരണം ഒന്ന്, ഇത്തരത്തിൽ പഴകിയ കെട്ടിടങ്ങൾ, ജീർണിച്ച കെട്ടിടങ്ങൾ അത് പ്രവർത്തിക്കുന്നു, പല സർക്കാർ സ്ഥാപനങ്ങളുടെയും ഭാഗമായി, ആശുപത്രികളുടെയും എല്ലാം ഭാഗമായി എന്നത് ഒരു തെറ്റ്. അതോടൊപ്പം തന്നെയാണ് ഒരാൾ ജീവന് വേണ്ടി മല്ലടിക്കുമ്പോൾ അത് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായി അതിനകത്ത് ആരുമില്ല, തകർന്ന കെട്ടിടങ്ങൾക്ക് ഇടയിൽ മനുഷ്യരാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ എല്ലാ പരിശോധനകളെയും തടയുന്ന നിലയിലേക്ക് പോയിരുന്നു ആരോഗ്യമന്ത്രി. അങ്ങനെ അവിടെ പരിശോധിക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ ആ അപകടം നടന്ന ഉടൻ തന്നെ ഏതാണ്ട് 2 മണിക്കൂറിലധികം അവിടെ ബിന്ദു തകർന്ന കെട്ടിടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കഴിയേണ്ടി വന്നു. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനോ മതിയായ ചികിത്സ നൽകാനോ കഴിയുമായിരുന്നെങ്കിൽ തങ്ങളുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന കാര്യം തന്നെയാണ് നവനീതും നവമിയും എല്ലാം തന്നെ പറയുന്നത്. ഒപ്പം തന്നെ വിശ്രുതൻ, ബിന്ദുവിൻ്റെ ഭർത്താവ് ആരോപിച്ച പ്രധാനപ്പെട്ട, അദ്ദേഹം ശക്തമായി തന്നെ അക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും അങ്ങനെ കുടുംബാംഗങ്ങൾ ഒന്നടക്കം തന്നെ പറയുന്നു. കാരണം ഇവിടെ ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ചകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം പ്രായമായ ബിന്ദുവിൻ്റെ അമ്മ, 2 മക്കൾ, അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ബിന്ദു ജീവിതകാലം, തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചത്. കാരണം അവരെ ഈ ഒരു ബിന്ദുവിൻ്റെ മരണമറിഞ്ഞ് ആ വീട്ടിൽ എത്തിയിട്ടുള്ള ഈ ആളുകൾ എല്ലാം തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സ്ഥിരോത്സാഹിയായ ഒരു സ്ത്രീയായിരുന്നു ബിന്ദു. കുട്ടികളുടെ പഠനാവശ്യങ്ങളും മറ്റ് അവരെ നല്ല നിലയിൽ എത്തിക്കുക എന്നത് തന്നെയായിരുന്നു ഒരു ജീവിതാഭിലാഷമായി കണ്ടിരുന്നത്. അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരാളുടെ ജീവിതം, ബിന്ദുവിൻ്റെ ജീവിതമാണ് സർക്കാർ സംവിധാനങ്ങളുടെ കൃത്യമായ പിടിപ്പുകേട് മൂലം നഷ്ടമായത്. മാത്രമല്ല അവിടെ വിദ്യാഭ്യാസ ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ആരോഗ്യമന്ത്രി നടത്തിയുള്ള നീക്കം എന്ന് പറയുന്നത്, അവിടെ തങ്ങളുടെ ഭാഗത്തു നിന്ന് തൻ്റെ മുഖം രക്ഷിക്കാനും ആ കെട്ടിടം തകർന്നു വീണപ്പോൾ പോലും അതിൽ കൂടുതൽ പ്രശ്നങ്ങളില്ല, അതവിടെ അവസാനിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പക്ഷത്തു നിന്ന്. അങ്ങനെയാണ് മറ്റാർക്കും ഈ ഒരു അപകടത്തിൽ പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. ആരും കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരിശോധനയുടെ ആവശ്യമില്ല എന്ന് തീർത്ത് പറയുന്നു. കാരണം മാധ്യമപ്രവർത്തകരടക്കം ആവർത്തിച്ച് ചോദിച്ചിരുന്നു, ഈ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ പരിശോധന. ഏറ്റവും ദാരുണമായ സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായത്. വാർത്തയുടെ വിവരങ്ങളാണ് മിഥുൻ അയ്യപ്പനും മിഥുൻ മുരളിയും തലയോലപ്പറമ്പിൽ നിന്ന് ജിജീഷും പങ്കുവച്ചത്. മരിച്ച ബിന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 7 മണിയോടെ തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. 11 മണിയോടെ സംസ്കാരം നടക്കും. ഇങ്ങനെയാണ് സമയക്രമമെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചത്.